ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായവരാണ് ഒട്ടകങ്ങൾ. വെള്ളം കിട്ടാൻ വളരെ പ്രയാസമുള്ള മരുഭൂമിയിൽ വളരെ ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് ജീവിക്കാൻ പറ്റും. അതുപോലെ ഒന്നിച്ച് ധാരാളം വെള്ളം കുടിച്ച് സൂക്ഷിച്ചു വെക്കാനും പറ്റും. എന്തായാലും ഒട്ടകം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ മുതുകിലെ ഈ പൂഞ്ഞയാണ് ആദ്യം ഓർമ്മ വരിക. ആ പൂഞ്ഞയിലാണ് വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചതൊന്നുമല്ല, എങ്ങനെയോ കിട്ടിയ ഒരറിവ്. ഒറ്റ പൂഞ്ഞ മാത്രമുള്ള ഒട്ടകങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. എന്നാൽ 2 പൂഞ്ഞയുള്ള, ശൈത്യകാലത്ത് ദേഹത്ത് ധാരാളം രോമങ്ങളുള്ള, വലിപ്പം കൂടിയ ഒട്ടകങ്ങളും ഭൂമിയിലുണ്ട്. ഉഷ്ണമരുഭൂമികളിലെ കൊടും ചൂടിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒറ്റപ്പൂഞ്ഞയുള്ള അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമഡറി ഒട്ടകങ്ങൾ, കെമിലസ് ഡ്രൊമഡാരിയസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. കിഴക്കനേഷ്യയിൽ, മംഗോളിയയിലും ചൈനയിലുമൊക്കെ കൊടും ശൈത്യപ്രദേശങ്ങളിൽ കാണുന്നവയാണ് രണ്ടാമത്തെ ഇനം, 2 പൂഞ്ഞകളുള്ള ഇനം. ബാക്ട്രിയൻ ഒട്ടകം എന്നാണ് അവയെ വിളിക്കുക, കെമിലിയസ് ബാക്ട്രിയാനസ്. ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ 2 ഇനം ഒട്ടകങ്ങളും വന്യജീവികളല്ല. മുൻപുണ്ടായിരുന്ന കാട്ടൊട്ടകങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലയിടങ്ങളിലായി മനുഷ്യർ മെരുക്കിയുണ്ടാക്കിയ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളുടെ തുടർച്ചക്കാരാണ് ഇവരൊക്കെ. ഇവയെ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെരുക്കിയ ആ കാട്ടൊട്ടകങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് ഇല്ലാതായി കഴിഞ്ഞു. എങ്കിലും ഇരട്ടപ്പൂഞ്ഞകളുള്ള കാട്ടൊട്ടകങ്ങളിൽ കുറച്ചെണ്ണം ഇപ്പോഴും ഭൂമിയിൽ ബാക്കിയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലും മംഗോളിയയിലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അവ ഇപ്പോഴുള്ളത്. അതാണ് എൻഡമിക് ആയിട്ടുള്ള വൈൽഡ് ബാക്ട്രിയൻ ഒട്ടകങ്ങൾ, കാമിലസ് ഫെറസ് എന്ന് ശാസ്ത്രനാമം കൊടുത്തിട്ടുള്ള ഒട്ടകങ്ങൾ. അതിനി ആകെ 900-ത്തിനടുത്ത എണ്ണം മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഈ 2 തരം ഒട്ടകങ്ങളുടെയും മുതുക് ദൂരെ നിന്ന് നോക്കിയാൽ അറേബ്യൻ ഒട്ടകത്തിൻ്റെ മുകൾ ഭാഗം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ D തിരിച്ചു വെച്ചതുപോലെയും ബാക്ട്രിയൻ ഒട്ടകത്തിൻ്റെ മുതുക് B എന്ന അക്ഷരം തിരിച്ചു വെച്ചതുപോലെയുമാണ് തോന്നുക.